കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് കോൺഗ്രസ് നിയമസഭാ കക്ഷി തെരഞ്ഞെടുപ്പിൽ AICC പ്രതിനിധികൾ MLA-മാരിൽ നിന്ന് തനിച്ച് അഭിപ്രായം തേടുകയാണ്. പ്രഥമ നിയമസഭാ കക്ഷി യോഗം നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ അഭിപ്രായ രൂപീകരണത്തിലേക്ക് പോകുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനമില്ലായെങ്കിൽ MLA ആയി മാത്രം തുടരുമെന്ന നിലപാടിൽ ആണ് VD സതീശൻ. മറ്റൊരു ഉപാധിയും സ്വീകാര്യമല്ല എന്നതാണ് VD സതീശന്റെ ഇപ്പോഴത്തെ കർക്കശ്യം എന്നതാണ് അറിയുന്നത്. ഘടകകക്ഷികളുടെ പിന്തുണ തനിക്കാനെന്നും ഹൈക്കമാൻഡ് പ്രതിനിധികളെ VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് K. സുധാകരൻ കത്ത് നൽകി. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, മുഖ്യമന്ത്രി പദവി ഇല്ലായെങ്കിൽ പിന്നെ MLA ആയി തുടർന്നുകൊള്ളാം എന്ന സതീശന്റെ നിലപാട് അത് തീർച്ചയായും ഹൈക്കമാൻഡിന് തലവേദനയാകുന്ന ഒന്നുകൂടിയല്ലേ? നാടകീയമായ നീക്കങ്ങളാണ് ഈ ചർച്ചകളിൽ നടക്കുന്നത് എന്നത് വേണം എടുത്തു പറയാൻ. ഈ നിയമസഭാ കക്ഷി യോഗം ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് താജ് വിവാന്ത ഹോട്ടലിൽ വെച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചക്കിടെയാണ് K. സുധാകരൻ, പ്രവർത്തക സമിതി അംഗമായ K. സുധാകരൻ ഒരു കത്ത് അവർക്ക് കൈമാറിയിരിക്കുന്നത്. ആ കത്തിൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഒരു നിർദ്ദേശം അദ്ദേഹം മുമ്പോട്ട് വെച്ചതായുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് VD സതീശൻ അജയ് മാക്കാനുമായും അതോടൊപ്പം മുകുൾ വാസ്നിക്കുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു ഉപാധികളും തനിക്ക് സ്വീകാര്യമല്ല, മുഖ്യമന്ത്രി പദവി ഇല്ല എങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല, MLA ആയി തുടരും എന്ന നിലപാടാണ് സതീശൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത് വലിയ തരത്തിലുള്ള സമ്മർദ്ദത്തിലേക്ക് പാർട്ടി നേതൃത്വത്തെ എത്തിക്കുന്ന ഒരു സമ്മർദ്ദ നീക്കം തന്നെയാണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ അതിനെ നയിച്ച നിർണായകമായ പദവിയിൽ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന VD സതീശന് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ജനവികാരം, പാർട്ടി പ്രവർത്തകർക്കിടയിൽ അതുണ്ടാക്കാൻ പോകുന്ന അനുരണനങ്ങൾ ചെറുതായിരിക്കില്ല. അത് കണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊരു സമ്മർദ്ദ നീക്കം VD ക്യാമ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനോട് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നിലവിൽ പ്രഥമ യോഗം, അതായത് നിയമസഭാ കക്ഷി യോഗം അവസാനിച്ചതിന് ശേഷം അവർ പ്രമേയം പാസാക്കി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ഔദ്യോഗികമായ ചുമതല അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് തന്നെ അതിൽ തീരുമാനമെടുക്കാനായി പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. അതിനുശേഷം ഓരോ MLA-മാരെയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കമാൻഡ് പ്രതിനിധികളെ കണ്ടതിന് ശേഷം പുറത്തേക്കിറങ്ങി അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് മാധ്യമങ്ങളോട് അനൌദ്യോഗികമായി പ്രതികരിച്ചത്. അതിനപ്പുറത്തേക്ക് വേറെ ഒരു പരസ്യ പ്രതികരണത്തിനും ആരും തയ്യാറാകുന്നില്ല. അതിൽ വലിയ സൂക്ഷ്മത പുലർത്തുന്നുണ്ട്. ചിലർ മാത്രമാണ് കുറച്ചുകൂടി രാഷ്ട്രീയം കലർത്തി സംസാരിക്കുന്നത്. മാത്യു കുഴൽനാടൻ അടക്കം കൃത്യമായ സൂചന നൽകിക്കൊണ്ടായിരുന്നു രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഏതാണ്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് തീരുന്ന തരത്തിലാണ് ഈ നടപടിക്രമങ്ങൾ. അതിനുശേഷം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഡൽഹിയിലേക്ക് തിരികെ മടങ്ങും. അതായത് ഡാൻ, ഈ VD സതീശന്റെ നിലപാട് ഇങ്ങനെയാകുന്നു എന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഹൈക്കമാൻഡിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി കസേരയിലേക്കില്ല എങ്കിൽ പിന്നീട് മറ്റൊരു ചുമതലയും ഏറ്റെടുക്കാൻ VD സതീശൻ തയ്യാറാകില്ല എന്നതാണ്. മറുഭാഗത്ത് രമേശ് ചെന്നിത്തലയുടെ നിലപാടും നിർണായകമാകുമല്ലോ. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നില്ല എങ്കിൽ മറ്റു ചുമതലകൾ ഏറ്റെടുക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറാകുമോ? ഇത്തരം വിവരങ്ങൾ കൂടിയാണല്ലോ, ഇത്തരം ശുപാർശകളും നിർദ്ദേശങ്ങളും ഒക്കെ കൂടി ലഭിച്ചിട്ടുണ്ടാകും ഹൈക്കമാൻഡിന്. അതിൽ നമുക്ക് വ്യക്തതയില്ല എങ്കിൽ പോലും ഇത്തരം ഒരു ഓപ്ഷൻ മുന്നോട്ട് വെക്കുന്നു എന്നത് അല്ലേ ഹൈക്കമാൻഡിന് യഥാർത്ഥത്തിൽ വലിയ തലവേദന സൃഷ്ടിക്കുന്നത്? 3 പേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറയുന്നതിനിടയിലാണ് MLA-മാരുടെ അഭിപ്രായം തേടുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, MLA-മാരിൽ ഭൂരിപക്ഷം KC വേണുഗോപാലിന്റെ പേര് പറയുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഘടകകക്ഷികൾ എടുക്കുന്ന നിലപാടുകൾ നിർണായകമാണ്. പ്രത്യേകിച്ച് ലീഗ് അടക്കമുള്ളവർ അവരുടെ അഭിപ്രായം കൃത്യമായി നേതൃത്വത്തെ അറിയിക്കും. അവരോട് ചോദിച്ചാൽ എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഉച്ചയ്ക്ക് ശേഷം തലസ്ഥാനത്തേക്ക് എത്തും. അതോടൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട് അതിന്റെ പ്രതിനിധികളും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗങ്ങൾ, MP-മാർ എന്നിവരുടെ അഭിപ്രായമൊക്കെ ഇതിൽ നിർണായകമാണ്. തുടർന്ന് AK ആന്റണിയുമായുള്ള ഒരു കൺസൾട്ടേഷനിൽ അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ കൂടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. ഇന്നലെ വൈകിട്ട് ആദ്യം ഈ സംഘം കൂടിക്കാഴ്ച നടത്തിയത് AK ആന്റണിയുമായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് ഒരു തീരുമാനമായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യത ഒരു വശത്ത് നിലനിൽക്കുന്നു. കാരണം VD സതീശൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒപ്പമുള്ള നേതാക്കൾ പറയുന്നു. അങ്ങനെയെങ്കിൽ
ആ പൊട്ടിത്തെറിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഹൈക്കമാൻഡ് മുമ്പോട്ട് വെക്കുന്ന നിർദ്ദേശം എന്താകും? സോണിയാഗാന്ധിയുടെ അനുനയ നീക്കം ഫലം കാണുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വലിയൊരു രാഷ്ട്രീയ നാടകീയമായ സംഭവങ്ങൾക്ക് KPCC ആസ്ഥാനം വേദിയാകുന്നു. ഒരുപക്ഷെ ഇന്ന് ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഡൽഹിയിലേക്ക് മടങ്ങുന്നതിന് പിന്നാലെ നാളെ തന്നെ ഈ നേതാക്കന്മാരെ മുഴുവൻ ഡൽഹിക്ക് വിളിപ്പിക്കാനാണ് സാധ്യത. ഒപ്പം ഈ മുതിർന്ന നേതാക്കളുടെ നിലപാടുകൾ ഇപ്പോൾ തന്നെ KC-യെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട് K. സുധാകരൻ എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം സമീപനങ്ങളും നിർദ്ദേശങ്ങളും എത്രത്തോളം ഗൗരവത്തോടു കൂടിയായിരിക്കും ഹൈക്കമാൻഡ് കണക്കിലെടുക്കുക? തീർച്ചയായിട്ടും, അതായത് അത്തരമൊരു നിലപാട് സ്വീകരിക്കാനിടയായ കാര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ ഹൈക്കമാൻഡ് പരിശോധിക്കും. ഇത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലല്ല. അവർ കൃത്യമായി ഒരാളുടെ പേര് മുമ്പോട്ട് വെക്കാൻ പറയുകയും എന്തുകൊണ്ട് ആ പേര് നിങ്ങൾ പറയുന്നു എന്നതിന്റെ കാരണം കൂടി തേടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 63 പേർ മുമ്പോട്ട് വെക്കുന്ന പേരുകൾ, ആ പേര് പറയാനുള്ള കാരണം ഇത് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ആ റിപ്പോർട്ടായിരിക്കും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെക്ക് ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കൈമാറുക. അതുകൊണ്ട് തന്നെ വിശദമായ ചർച്ചകൾ, ഒരുപക്ഷെ ദിവസങ്ങൾ നീളുന്ന ചർച്ചകൾ ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നേക്കാം. VD സതീശന് ഈ ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി തീർത്തിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ നമുക്കറിയാം KC പക്ഷത്തുള്ളവർക്കാണ് കൂടുതൽ സ്ഥാനാർത്ഥികളാണ് അവസരം നൽകിയത് എന്ന വലിയ തരത്തിലുള്ള ആക്ഷേപം അപ്പോൾ മുതൽ VD പക്ഷവും രമേശ് ചെന്നിത്തല വിഭാഗവുമൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഡാൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ മുഖ്യമന്ത്രി ആരെ എന്നത് സംബന്ധിച്ച് തീരുമാനം അത് വൈകുന്നു. പക്ഷെ ഇന്ന് തന്നെ ഇതിൽ വിവരങ്ങൾ ആരാഞ്ഞ് ഒരു അഭിപ്രായ സ്വരൂപണം നടത്തി ഹൈക്കമാൻഡിന് നൽകാനായി നിരീക്ഷകർ തിരികെ പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് ആ തീരുമാനം വരുമ്പോൾ പൊട്ടിത്തെറികൾ ഉണ്ടാകുമോ, അതെയോ വളരെ കൃത്യമായി ഈ വിഷയം പരിഹരിക്കാൻ പറ്റുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.